യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. മരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒന്നാണ്. ആരുടെയും ശരീരത്തിൽ ജീവൻ സ്ഥിരമായി നിലനിർത്താൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ യേശുക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് നമുക്ക് നിത്യജീവൻ നേടിത്തന്നു. നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകലുമ്പോൾ മരണത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാപത്തിൻ്റെ വേതനം മരണമാണ്. അനുദിന ജീവിതത്തിൽ പാപത്തിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുകയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജിലു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് BPT എക്സാമിൽ ഉയർന്ന മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് സുഖപ്രസവത്തിലൂടെ ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വചനം അനേകം ജീവിതങ്ങൾക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യം നൽകുന്ന വചനമാണ്. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരിടപെടൽ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നത് പോലത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതാണ്. വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. അനേകർ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമ്പോൾ ഷെയർ ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. പലർക്കും പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഭയമാണ് മരണഭയം, മരിക്കാനുള്ള പേടി. പരിശുദ്ധാത്മാവ് എത്രയോ കൃത്യമായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വചനത്തിലൂടെ ഇതിനുള്ള പ്രതിവിധി നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. എബ്രായർ 2:15, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവനും അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു തൻ്റെ കുരിശു മരണത്താൽ, തൻ്റെ ഉത്ഥാനത്താൽ, തൻ്റെ ജീവിതം കൊണ്ട് പിശാചിൻ്റെ മേൽ അധികാരമെടുത്ത് ആരൊക്കെ ഇന്ന് മരണഭയത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അവർക്കൊക്കെ ആത്മാവിൽ സ്വാതന്ത്ര്യം നൽകി ജീവിതം നൽകാൻ, പുതുജീവിതം നൽകുവാൻ വചനം പറയുന്നു. അവൻ തൻ്റെ കുരിശു മരണത്താൽ നമ്മളെ യോഗ്യരാക്കി. അനേകരുടെ പ്രശ്നമാണ് ഈ ഭയം. പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. അതിലൊരു ഭയമാണ് മരണഭയം, മരിക്കാനുള്ള പേടി. പലപ്പോഴും മരിക്കാറായി കിടക്കുന്ന ചില കുടുംബങ്ങളിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും പ്രായമായ അപ്പച്ചന് വേണ്ടി, അമ്മച്ചിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട്. പലരും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണം ഇതാണ്. അച്ഛോ രാത്രിയിലും അമ്മച്ചിക്ക് ഉറക്കമില്ല, അപ്പച്ചന് ഉറക്കമില്ല, ബഹളം വയ്ക്കുന്നു, കൂകുന്നു, കാറുന്നു, ഒച്ചയിടുന്നു. ചിലർ കുറുക്കന്മാർ ഓലയിടുന്ന പോലെ ബഹളം വയ്ക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇത്രമാത്രം ഒച്ചയുണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില കേസുകളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുപോകും.
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സംഭവിക്കുന്നത് തൻ്റെ മരണത്തോടടുക്കുമ്പോൾ ഈ ലോക ജീവിതം എന്നേക്കുമായി അവസാനിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലുകൾ ചില രോഗത്തിൻ്റെ നടുവിൽ, ചില പ്രശ്നത്തിൻ്റെ നടുവിൽ ഒക്കെ കടന്നു പോകുമ്പോൾ, അങ്ങനെ ഒരു ഭയം മനസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഭയത്തിന് കാരണമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഷെയർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ, അച്ചോ ഞങ്ങൾക്ക് പേടിയാവുന്നു, മരിക്കാൻ ഞങ്ങൾക്ക് പേടിയാവുന്നു, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, അച്ചോ ചിലതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയില്ല, എനിക്ക് ക്ഷമിക്കാമായിരുന്നു ക്ഷമിച്ചില്ല, എനിക്കത് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല, എൻ്റെ മക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്, മൂത്തമാനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാ, ഇപ്പോഴും അവൻ കയറിയിട്ടില്ല, അതൊക്കെ എനിക്ക് അതുകൊണ്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലെടുത്ത് ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ചതും കടന്നുപോയതുമായ ചിലതൊക്കെ മരണത്തോടടുക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് തന്നെ ഒരു ഭയത്തിലേക്ക് നയിക്കുകയാണ്. ഈ ജീവിതത്തിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം ആ മനുഷ്യൻ്റെ അവസാന മണിക്കൂറുകളെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഇന്നലകളിൽ നന്മ ചെയ്യാൻ കിട്ടിയ സാധ്യതകൾ, ഇന്നലകളിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ കിട്ടിയ അവസരങ്ങൾ, ഇന്നലകളിൽ സ്നേഹിക്കാൻ മറന്നുപോയ സമയങ്ങൾ, ഇതൊക്കെ മനസ്സിലേക്ക് വചനം പറയുന്നത് പോലെ കണ്ണാടിയിൽ കാണുന്നത് പോലെ കാണാൻ തുടങ്ങുമ്പോൾ ചിലരൊക്കെ ഭയപ്പെടാൻ തുടങ്ങും. കാരണം ഇന്നലകളിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ മറന്നാ ചിലരൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ സ്നേഹിക്കാൻ കിട്ടിയ അവസരങ്ങൾ പലതും പാഴാക്കിയിട്ടുണ്ട്. ഇന്നലകളിൽ സ്വർഗം നിക്ഷേപിച്ചെടുത്ത് നട്ടെടുത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാതെ ആയിരിക്കാം ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളത്. അതൊക്കെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അകാരണമായ മരണഭയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അയ്യോ ഇനി എന്നാ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ മരിക്കുമോ, മരിച്ചു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും, ഇതൊക്കെ ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചിലരൊക്കെ ചെറിയ രോഗം വരുമ്പോഴേ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അയ്യോ ഈ രോഗം എന്നെ മരണത്തിലേക്ക് കൊണ്ടുവരും, ഞാൻ മരിക്കുമോ, കാര്യങ്ങളൊന്നും ശരിയായില്ലല്ലോ, എന്നും ചെയ്തു പൂർത്തിയാക്കിയില്ലല്ലോ. ചില വീടുകളിലൊക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കട്ടിലേക്ക് കിടക്കുന്നവരോ ചില രോഗങ്ങളോ ചില ഓപ്പറേഷൻ കഴിഞ്ഞ്, അച്ഛോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം, അച്ഛോ ഞാൻ മരിക്കോ, ഇത് ചിലപ്പോൾ മരണത്തിൽ അവസാനിക്കോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വചനം 1 കൊരിന്തോസ് 15:26 വചനം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ അവസാന ശത്രു എന്ന് വിളിക്കപ്പെടാവുന്ന അവൻ്റെ മരണമാണ്. അങ്ങനെ മനുഷ്യൻ്റെ അവസാന ശത്രുവെന്ന് വിളിക്കപ്പെടുന്ന മരണത്തെ പോലും യേശു ക്രിസ്തു കീഴടക്കി തോൽപ്പിച്ചു. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മനോഹാരിത എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നതും ഇത് തന്നെ. അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രത്യാശവും എന്നൊക്കെ പറയുന്നത് ഇതാ. മരണമെന്ന മനുഷ്യൻ്റെ അവസാന ശത്രുവെന്ന് ലോകം കണക്കാക്കിയതിനെ പോലും യേശു ക്രിസ്തു കീഴടക്കി തോൽപ്പിച്ചു. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവന്, ക്രിസ്തുവിൽ ജീവിക്കുന്നവന്, ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മരണമില്ല. ഈ മരണമില്ല എന്നുള്ള യാഥാർത്ഥ്യം സ്വർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയിട്ടും ഈ സത്യത്തെയാണ് പിശാച് ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ ഒരു ഭയം തരിക, മരിക്കുമെന്നുള്ള ഭയം. ഒരു ക്രിസ്ത്യാനി മരിക്കുമെന്ന് ഭയപ്പെടേണ്ട, കാരണം ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല. ക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്തതുപോലെ വചനം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവനോടുകൂടി മരിക്കുന്നു, അവനോടുകൂടി ഉത്ഥാനം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്ത്യാനി മരണത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം അവന് മരണമില്ല. അവൻ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല മരണത്തെ. കാരണം മരണം ഒരു രൂപാന്തരീകരണമാണ്. ഈ ശരീരത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്കുള്ള ഒരു രൂപാന്തരീകരണമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. എന്തിനാ അവൻ ഭയപ്പെടേണ്ടത്? അപ്പോൾ മരണഭയം തന്നെ പിശാചിൻ്റെ വഞ്ചനയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച്. എന്തിനാണ് പിശാചിൻ്റെ വഞ്ചനകളെ നശിപ്പിച്ചത്? പിശാചിൻ്റെ പ്രവൃത്തികളെ അവൻ്റെ കുരിശുമരണത്താൽ ഈശോ തകർത്തത്. അവൻ്റെ മരണത്താൽ ഈശോ പിശാച് തരുന്ന ബോധ്യങ്ങൾ, പിശാച് തരുന്ന വഞ്ചനകൾ, അവൻ്റെ ചതിക്കുഴികൾ, അവനെ തന്നെ തകർത്തത്. വചനം പറയുന്നു, മരണഭയത്തോടെ ജീവിതകാലം മുഴുവനും അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മരണഭയത്തോടെ കഴിയുന്നവർക്ക് ആത്മാവിൽ സ്വാതന്ത്ര്യം നൽകാൻ
എനിക്ക് മരണമില്ല എന്നുള്ളൊരു സത്യം എൻ്റെ ഹൃദയത്തിൽ കിട്ടിയാൽ എനിക്ക് ആത്മാവിലൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പം എനിക്ക് ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല എന്നുള്ളൊരു സത്യം ആത്മാവിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവന് സ്വാതന്ത്ര്യം കിട്ടി. എനിക്ക് മരണമില്ല. എൻ്റെ ജീവിതം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കടന്നു പോകുകയും മാത്രമാണ്, ഒരു രൂപാന്തരീകരണം മാത്രമാണ് സംഭവിക്കുന്നത്. പിന്നെ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല, അവന് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് ചിലവരെ ജീവിച്ചിരിക്കുമ്പോഴേ മരിക്കുമെന്നോർത്ത് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം, അവന് ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനോ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കാനോ പോലും പറ്റുന്നില്ല. ഞാൻ ഓർക്കുക, കാരിസ് ഭവനിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സഹോദരൻ, അവനെ അവൻ്റെ ഒരു ഹൈന്ദവ സഹോദരൻ കൂട്ടുകാരനാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ വന്ന പയ്യൻ നല്ല ക്രിസ്ത്യാനിയാണ്. അപ്പോൾ കാരണം ഇത്രയേ ഉള്ളൂ, 24 വയസ്സോളം 24-25 വയസ്സോളം അവന് പ്രായമായി. അവൻ്റെ ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഒരു ക്രിസ്ത്യാനി ജാതകം നോക്കേണ്ട കാര്യമില്ല, കർത്താവാണ് അവൻ്റെ കാലത്തെ നിയന്ത്രിക്കുന്നതും അവൻ്റെ പാദങ്ങളെയും വഴികളെയും നിയന്ത്രിക്കുന്നതും. എന്നിട്ട് എവിടെയോ എങ്ങനെയോ വെച്ച് ആരുടെയോ നിർബന്ധപ്രകാരം ഇവനും ഇവൻ്റെ ജാതകം പോയി നോക്കി എഴുതി വെച്ചിരിക്കുക. അതിനകത്ത് ഇങ്ങനെയാണ് ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, 26-ാമത്തെ വയസ്സിൽ അവൻ മരിക്കും, തീരും. 26 വയസ്സേ അവന് ജീവിതമുള്ളൂ, കാലമുള്ളൂ. ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുക. പിന്നെ മാതാപിതാക്കൾക്ക് അറിയത്തില്ല അത്, പിന്നെ ഇങ്ങനെ പോയിട്ടും ഇങ്ങനെ കണ്ടെന്നും എഴുതി വെച്ചെന്നൊക്കെ അവനെ പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് എന്നാ സംഭവിക്കുന്നത്, 25 വയസ്സ് പ്രായമായതോടുകൂടി ഇവൻ കട്ടിലേക്ക് കയറി നീണ്ടു നിവർന്ന് കിടക്കുക, വെറുതെ കിടക്കുക. കാരണം എന്നാ, ഇനി എനിക്ക് 1 വർഷം കൂടി ഉള്ളൂ, തീർന്നു. വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ പറയുന്നത്, ഇങ്ങനെയാണ് ഞാനിങ്ങനെ ജാതകം നോക്കാൻ പോയപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആയുസ് കുറവാണ്, 26 വയസ്സ് വരെ ജീവിക്കുകയുള്ളൂ, അന്ന് വരെ നല്ല കാലമാണ്, ഏതാണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവന് എഴുതിയൊക്കെ ജാതകമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൻ്റെ കൂട്ടുകാരൻ, ഒരു ഹൈന്ദവ സഹോദരൻ കൂട്ടുകാരൻ, അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കിടപ്പും മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു, നീയെങ്കിലും ഒന്ന് പറഞ്ഞു ഇവനൊന്ന് മനസ്സിലാക്ക്, ഇവരെവിടെയോ പോയി ഇങ്ങനെ ഒരു ജാതകം എഴുതിച്ചിട്ട് നീയെങ്കിലും പറഞ്ഞ അവന് മനസ്സിലാവും, അതിലൊന്നും വിശ്വസിക്കേണ്ടെന്നെങ്കിലും ഒന്ന് പറ. ഇവനെന്ത് പറഞ്ഞാലും ഇവൻ്റെ തലയ്ക്കകത്ത് കയറുകയല്ല. എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എനിക്ക് 26 വയസ്സേ ജീവിതമുള്ളൂ, അതുകൊണ്ട് പഠിക്കുന്ന കാര്യം നിർത്തി, ജോലിക്ക് പോകുന്നില്ല, ഒരു പരിപാടിയില്ല, ഫുൾ ടൈം കട്ടിലെ കിടപ്പാണ്, സമയാസമയം ഭക്ഷണം കഴിക്കും, വീണ്ടും കിടക്കും, എനിക്കിന് 1 വർഷം കൂടിയല്ലേ ഉള്ളൂ എന്ന് അവൻ പറയുന്നത് എന്ത് ചോദിച്ചാലും. അങ്ങനെ പിന്നെ കുറേ നിർബന്ധിച്ച് ഇവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഏതായാലും ചാകാൻ പോവുക, ഓക്കെ 26 വർഷമേ നിനക്ക് ആയുസുള്ളൂ, സമ്മതിക്ക്, ഒരു കാര്യം ചെയ്യ്, അമ്മ ഇത്രയും നാളായില്ലേ നിൻ്റെ പുറകെ നടന്ന് പറയുന്നത്, നീ പോയൊരു ധ്യാനം കൂട്, കാരിസ്മാൻ അടുത്താണല്ലോ, ഞാൻ കാരിസ്മാനെ കൊണ്ടുവരാം, ഞാൻ തന്നെ നിന്നെ വണ്ടിക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഈ കൂട്ടുകാരൻ നിർബന്ധിച്ച് ഇവനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ വണ്ടിക്ക് ഇവിടെ കാരിസ് ഭവനിൽ ഞായറാഴ്ച തുടങ്ങുന്ന ധ്യാനത്തിന് കൊണ്ടുവന്നു. അങ്ങനെ ധ്യാനത്തിന് ഇവനെ കൊണ്ടുവന്നിരുത്തി. ധ്യാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അവന് കൊടുത്ത ആത്മാവിൻ്റെ വിടുതലാണ് ഈ മരണഭയത്തിൽ നിന്നുള്ള വിടുതൽ. കർത്താവാണ് ഒരു മനുഷ്യൻ്റെ കാൽപാദങ്ങളെ നിയന്ത്രിക്കുന്നതും ഒരു മനുഷ്യന് ജീവൻ നൽകുന്നതും ദൈവമാണ്. അവൻ്റെ ജീവനെ എടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. അത് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം അത് ചെയ്യുന്നത്. അതൊക്കെ ആത്മാവിൽ ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് കഴിഞ്ഞ ഏതാനും മാസങ്ങളും നാളുകളും കുറേ നാളുകളായിട്ട് ഇത് മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് ബാക്കി കാര്യങ്ങൾ, ജോലിയുടെ സാധ്യതകളുണ്ടായിട്ട് പഠിച്ചു കഴിഞ്ഞവൻ ജോലിക്ക് പോകാൻ അവസരങ്ങൾ, ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് വീട്ടിൽ കിടക്കുക. അപ്പം അവനൊരു ചിന്ത മനസ്സിലേക്ക് കയറി, എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിലാണ് എൻ്റെ ജീവിത സ്വർഗ്ഗം എടുക്കുന്നത്. ഒരു സത്യം ദൈവവചനം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞു, മനുഷ്യന് മരണമില്ല, ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മരണമില്ല എന്നുള്ള ഒരു സത്യം ദൈവവചനത്തിൻ്റെ സമയത്ത് ആത്മാവിൽ സ്വന്തമാക്കി അവന് സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ വീട്ടിൽ ചെന്ന് അവൻ ആ സംഭവം തന്നെ അവസ്ഥ തന്നെ മാറി. ധ്യാനം കൂടെ നല്ല മിടുക്കനായിട്ടാണ് പോയത്. പോയെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ചെല്ലുമ്പോൾ തന്നെ നിനക്ക് ഇത്രയും പഠിച്ചവനാണ്, നീ പോയി ജോലി നോക്കണം, വീട്ടുകാരെ നോക്കണം, നിൻ്റെ ഉത്തരവാദിത്വമാണ്, നീ മൂത്തവനാണ്, നിനക്കറിയാം. അവൻ വീട്ടിൽ ചെന്ന് അവന് ഉടനെ തന്നെ ഒരു 3 മാസം ഇത്തിരി ജോലിക്ക് വേണ്ടി ഓടി നടന്നു. അവന് നല്ലൊരു ജോലി കിട്ടി, ജോലിക്ക് അപ്ലൈ ചെയ്തു, ജോലി കിട്ടിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം അവന് വിവാഹം കഴിഞ്ഞു, 26 വയസ്സ് കഴിഞ്ഞു.
ഇപ്പോഴും മരിച്ചിട്ടില്ല. കണ്ടോ? ഇത് അനേകർ പിശാച് കൊടുക്കുന്ന ഒരു ബോധ്യം തന്നെയാണ്. പിശാച് തലയ്ക്കകത്ത് കയറ്റിവെക്കുന്ന കാര്യമാണ് ഈ മരണഭയം, മരിക്കുമെന്നുള്ള പേടി. ആരാ മരിക്കുന്നേ? എവിടെയാ മരിക്കുന്നേ? ക്രിസ്തുവിലായിരിക്കുന്നവന് മരണമില്ല. കാരണം ക്രിസ്തു മരണത്തെ ഭേദിച്ച്, കല്ലറകളെ ഭേദിച്ച് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉത്ഥാനം ചെയ്തവനാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ അനേകം രക്തസാക്ഷികള്, അനേകം വിശുദ്ധര് മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ആനന്ദത്തോടെ, സന്തോഷത്തോടെ മരണം സ്വീകരിക്കുന്നത്. കാരണം എന്താ? അവനും മരണം ഒരു അവസാനമല്ല. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി അപ്പോസ്തലപ്രവർത്തനം 7-ാം അധ്യായം സ്തഫാനോസ് മരണം വരിച്ചത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആത്മാവിൽ ആനന്ദിച്ച് പിതാവിൻ്റെ വലതുഭാഗത്ത് ഈശോ ഇരിക്കുന്നത് കണ്ട് സന്തോഷിച്ചുകൊണ്ടാണ് മരണം വരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു സത്യമാണ് മരണമില്ല എന്നുള്ളൊരു സത്യം. ക്രിസ്ത്യാനി ഒരിക്കലും മരിക്കുന്നില്ല. അവൻ മറ്റൊരു അവസ്ഥയിലേക്ക് രൂപാന്തരീകരണം പ്രാപിക്കുന്നു എന്നേ ഉള്ളൂ. ശരീരത്തിന് ആത്മീയ തലത്തിലേക്ക് ഒരു മാറ്റം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ പിശാച് ദൈവമക്കളുടെ മേൽ എടുത്തിരിക്കുന്ന മരണഭയത്തിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച്, എന്തിനാ? മരണഭയത്തിൽ കഴിയുന്നവര് ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി. എത്രയോ പേരാ ഇതുപോലെ മരണഭയത്തിൽ കടന്നു പോകുന്നവര്. കർത്താവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കൾ രോഗം മൂലമോ അസ്വസ്ഥത മൂലമോ ഒരുപക്ഷെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരോ, ഇനി എന്തിനെങ്ങനെ ജീവിക്കുന്ന, ചത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനി മരിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ ആത്മാവ് സ്വന്തമായിരിക്കുന്നവൻ മരണത്തിനപ്പുറം സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിലാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും എടുക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ ഒരു സത്യം ആത്മാവിൽ ഏറ്റെടുത്ത് മരണഭയത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നിമിഷം ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, ആത്മാവിൻ്റെ സൗഖ്യം, ആത്മാവിൻ്റെ വിടുതൽ മരണഭയത്തിൽ നിന്നും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നോക്കാം. ഇതാ ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ മുമ്പിൽ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നിന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള ആധികൾ, ചില രോഗാവസ്ഥകൾ നിന്നെ ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്നു. നിൻ്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, ഇഷ്യൂസ്, പ്രശ്നങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ആ കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവിടുത്തെ അത്ഭുതകരമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രത്യേകമായിട്ട് മരണഭയത്തിൽ കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ, ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ പറ്റാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ, ചില അനാവശ്യ ഭയങ്ങളാൽ വേട്ടയാടുന്നവർ, അവരൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ,
മരിക്കുമെന്നുള്ള പേടി പലപ്പോഴായിട്ട് അലട്ടിക്കൊണ്ട് ജീവിതത്തിൻ്റെ സ്വാഭാവിക ജീവിതം നയിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മേലൊക്കെ അവിടുത്തെ കരുണ വർഷിക്കണമേ. വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചില്ലേ കർത്താവെ, അവിടുത്തെ കുരിശു മരണത്തിലൂടെ പിശാചിൻ്റെ തലയെ തകർത്ത് മരണത്തെ തകർത്ത് അങ്ങ് ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്ക് മരണഭയത്തിൽ കഴിയുന്നവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്ന് ഈശോയെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ. അത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ ഇപ്പോൾ തന്നെ ഈ മക്കളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുടെ നാഥിൽ നിന്നും ശക്തിയും കൃപയും ഇപ്പോൾ തന്നെ ആ മക്കളിലേക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭയപ്പെട്ട് കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, മരണഭയത്തിൽ കഴിയുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവ് അവരിലേക്ക് ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വചനത്തിലൂടെ പഠിപ്പിച്ചല്ലോ, മരണമെന്ന മനുഷ്യൻ്റെ അവസാന ശത്രുവിനെ പോലും അങ്ങ് കീഴടക്കി. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലുമൊക്കെ ഭയത്താൽ വേട്ടയാടുന്ന മക്കൾ ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ അസ്വസ്ഥപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന മക്കൾ, അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ ഇപ്പോൾ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഇപ്പോൾ അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഇപ്പോൾ തന്നെ അവരെ പുറത്തു കൊണ്ടുവരണമേ. എല്ലാ ഭയത്തിൻ്റെ ദുരാത്മാവിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, കെട്ടുവാനും അഴിക്കാനും വിശുദ്ധീകരിക്കാനും വിടുതൽ നൽകാനും പൗരോഹിത്യത്തിൽ അങ്ങ് തന്നിരിക്കുന്ന അധികാരത്തോട് ചേർന്ന് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളിൽ മരണഭയത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, അതുമൂലം സ്വാഭാവികമായ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പറ്റാതെ വിഷമിക്കുന്ന ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ രക്തം തളിച്ച് പ്രാർത്ഥിക്കുന്നു. സകല തിന്മയുടെ ആധിപത്യങ്ങളും ഇവരെ ഭയത്തിൽ കുടുക്കിയിട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ടത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തിയുടെ സ്വാധീനങ്ങളിലും കർത്താവെ, ഈ നിമിഷം ഇവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ, മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും അഴിയട്ടെ. കർത്താവെ, മനംനൊന്ത് കഴിയുന്നവർ, ജീവിതം തന്നെ ഒരു നഷ്ടമാണെന്ന് ചിന്തിച്ച് കഴിയുന്നവർ, എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവർ, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച് കഴിയുന്നവർ, അവരിലേക്കൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ എല്ലാ മനസ്സിൻ്റെ മേഖലകളിലേക്കും കുറവുകളിലേക്കും മനസ്സിൻ്റെ വേദനകളിലേക്കും ഭയത്തിലേക്കും ഒക്കെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഭയം എടുത്ത് മാറ്റണമേ. ഈശോയെ, എൻ്റെ ഭയത്തിൻ്റെ മേഖലകളിൽ അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മരണഭയത്തിൽ നിന്നും എന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം, വിശ്വാസത്താൽ ഏറ്റെടുക്കാം. ദിവ്യകാരുടെ നാഥൻ്റെ സാന്നിധ്യം എനിക്ക് വിടുതൽ നൽകുന്ന സാന്നിധ്യമാണ്. എൻ്റെ മനസ്സിൻ്റെ എല്ലാ കെട്ടുകളിലേക്കും എല്ലാ ഭാരത്തിലേക്കും എല്ലാ ഭയത്തിലേക്കും ഈശോയുടെ സാന്നിധ്യം കടന്നു വന്നു എന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക. നീ യാചിച്ചതും നീ പ്രാർത്ഥിച്ചതും ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അപ്പോൾ നിൻ്റെ സ്വന്തമായിട്ട് മാറും. കർത്താവെ, എല്ലാ ഭയത്തിൽ നിന്നും ഈ മക്കളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഈ മക്കളെ വിശുദ്ധീകരിച്ചതിന് നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,